ഹലോ, ഇന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ 53ാമത്തെ ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ ഡേയിലെ ഹെയർ പാക്കും കാര്യങ്ങളും ഒക്കെ ഞാൻ റെഡിയാക്കുന്നതാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഹെയർ പാക്കിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 ഇൻഗ്രീഡിയൻസ് ആണ്. അതായത് നമ്മുടെ ഹെന്ന പൗഡറും അതുപോലെ തന്നെ നീം പൗഡറുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു പാക്ക് ഞാൻ പലതവണ കാണിച്ചിട്ടുണ്ട്. അത്രയ്ക്കും നല്ല റിസൾട്ടുള്ള ഒരു ഹെയർ പാക്കാണിത്. ഇത് നിങ്ങളുടെ സ്കാൽപ്പ് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആക്കുന്ന, അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കും കൂടിയാണ് കേട്ടോ ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ ഒരു ഹെയർ പാക്കിന് വേണ്ടിയിട്ട് ഞാൻ ഇൻഗ്രീഡിയൻസ് എടുത്തേക്കുന്നത് ഒരു 3:1 റേഷ്യോയിലാണ്. അതായത് 3 സ്പൂൺ ഹെന്ന പൗഡർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1 സ്പൂൺ നീം പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ഈ ഒരു ആര്യവേപ്പില പൊടിയാണെങ്കിലും അതുപോലെ തന്നെ മൈലാഞ്ചിയുടെ പൊടിയാണെങ്കിലും നിങ്ങൾക്ക് ഇതൊക്കെ ഫ്രഷായിട്ട് കിട്ടുകയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് വീട്ടിലിപ്പോൾ നിങ്ങൾ പൊടിച്ചെടുക്കുകയാണെങ്കിലും ഉണക്കി നന്നായിട്ട് കഴുകി ഉണക്കി പൊടിച്ചെടുക്കുന്നതാണെങ്കിലും, അല്ലാതെ ഫ്രഷായിട്ട് ഈ ഇലകളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവ എടുക്കുന്നതാണ് ഏറ്റവും നല്ല റിസൾട്ട് തരുന്നത്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പൊടികളൊന്നും നമുക്ക് അത്ര വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം ഈ ഒരു ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഇത് എനിക്ക് കുറേയൊക്കെ വിശ്വാസമാണ്. ഇനി എത്രത്തോളം അതിൽ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, എന്നാലും എനിക്കത് എന്താ പറയുക, ഞാനതിനെ വിശ്വസിക്കുന്നു എന്ന് പറയാം. അപ്പോൾ എനിക്ക് ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള ബാക്കി പൗഡേഴ്സിനെ അപേക്ഷിച്ച് ഈ ഒരു പൗഡർ കുറച്ചും കൂടി എന്താ പറയുക പ്യുവറായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പൊടികളൊക്കെ നിങ്ങൾ വാങ്ങുമ്പോഴും മാക്സിമം നിങ്ങൾക്ക് നല്ല എന്താ പറയുക, നമുക്ക് പ്യുവറാണെന്ന് നമുക്ക് തോന്നിക്കുന്ന പോലത്തെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു ഹെയർ കെയറിങ്ങിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെ കാര്യവും അത് തന്നെ. നിങ്ങൾക്ക് ഇനി ഫ്രഷായിട്ട് കിട്ടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി, ആ ഒരു ഫ്രഷ് കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പം നമുക്കിത് ഒരു എന്താ പറയുക, ഞാനിപ്പം എൻ്റെ ഹെയറിന് എന്തോരം വേണോ ആ ഒരു ഇതിനനുസരിച്ചിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മുടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡബിളായിട്ട് എടുക്കാം. അതായത് ഒരു 6 സ്പൂൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 3 സ്പൂൺ നീം പൗഡറും കൂടി ഉപയോഗിക്കാം കേട്ടോ അതിനകത്തേക്ക്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഡാൻഡ്രഫ് ആണെങ്കിലും അതുപോലെ തന്നെ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും സ്കാൽപ്പിലുള്ള ആ ഒരു പ്രശ്നങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലിയർ ആയാൽ തന്നെ നമുക്ക് ഉള്ളിൽ നിന്ന് പുതിയ മുടികൾ വന്നു തുടങ്ങും. അപ്പോൾ ആ ഒരു തടസ്സങ്ങളൊക്കെ അവിടെ നീങ്ങി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മുടി വളർച്ചയ്ക്കും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു മൈലാഞ്ചിയും ആര്യവേപ്പിലയും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഈ ഒരു ഹെയർ പാക്ക് മാത്രമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു മന്ത്ലി ടോയ്സ് യൂസ് ചെയ്ത് കൊടുക്കാം. ഹെയർ കെയർ ചാലഞ്ച് ഇപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ കൂടി നിങ്ങൾക്കൊരു മന്ത്ലി ടോയ്സ് ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കാം. വീക്ക്ലി വൺസ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയ്ക്ക് നല്ല റിസൾട്ടുള്ള ഒരു ഹെയർ പാക്കാണിത്. പിന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു ബ്ലാക്ക് കളർ കൊടുക്കാൻ കൂടി സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഞാൻ എല്ലാ ഹെയർ പാക്കുകളും അപ്ലൈ ചെയ്ത് കൊടുക്കണ പോലെ തന്നെ നന്നായിട്ട് സ്കാൽപ്പിൽ, അതുപോലെ തന്നെ ബാക്കി ഉണ്ടായിരുന്നത് മുടിയുടെ ലെങ്തിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനിത് അപ്ലൈ ചെയ്യാനിരുന്ന സമയത്ത് കുഞ്ഞിപ്പെണ്ണ് ഉറക്കിയ ശേഷമാണ് ഞാൻ വന്നിരുന്നത്. അപ്പോൾ ഞാനിത് ഇപ്പം ഞാൻ ചടപടേ ചെയ്യണമെന്ന് വെച്ചാൽ ആളെ ഉണർന്നിട്ട് അവിടെ കരയുന്നുണ്ട്. അപ്പോൾ ഞാൻ എത്രയും വേഗം ഓടിപ്പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇത് സ്പീഡാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ മുടി വലിച്ചിട്ട് ചെയ്യല്, വളരെ സാവധാനം ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു പാക്ക് ഒരു മണിക്കൂർ വരെ നമുക്ക് തലയിൽ വെച്ചേക്കാം. അതിന് ശേഷം വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്യാം. ഷാമ്പൂ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട. അതിന് ശേഷം നൈറ്റ് നിങ്ങൾക്ക് കിടക്കാൻ നേരത്ത് സ്കാൽപ്പിൽ ഓയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ പിറ്റേന്നത്തെ ഡേയിൽ നിങ്ങൾ കുളിക്കണതിൻ്റെ 1 മണിക്കൂർ മുൻപായിട്ട് സ്കാൽപ്പിലേക്കും മുടിയുടെ ലെങ്തിലേക്കും കൂടി ഓയിൽ ഇട്ട് കൊടുത്തിട്ട് കുളിക്കാം കേട്ടോ. അപ്പം ഞാൻ അതിന് ശേഷം ഒരു കവർ വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് കവർ ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ഒരു പാക്ക് ഞാൻ തലേന്ന് നൈറ്റ് തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നത് തലേദിവസം നൈറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് തലേദിവസം നിങ്ങൾ ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിതൊരു ഇരുമ്പിൻ്റെ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി റിസൾട്ട് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു 2 സ്പൂൺ തേയില
തേയില പൗഡർ, അതുപോലെ തന്നെ കോഫി പൗഡർ 2 സ്പൂൺ കേട്ടോ. അങ്ങനെ 2 സ്പൂൺ തേയിലപ്പൊടിയും അതുപോലെ തന്നെ 2 സ്പൂൺ കാപ്പിപ്പൊടിയും കൂടി ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളം വെച്ചിരുന്നത് ഒരു 3/4 ഗ്ലാസ് വെള്ളം ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാട്ടർ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പൊടികൾ മിക്സ് ചെയ്ത് പാക്കാക്കി റെഡിയാക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 കാര്യങ്ങളാണെങ്കിലും തേയിലയാണെങ്കിലും കാപ്പിപ്പൊടിയൊക്കെ ആണെങ്കിലും നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. മുടിക്കൊരു നല്ല കളർ കൊടുക്കാൻ കൂടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഞാൻ പറയാൻ മറന്നുപോയതുകൊണ്ടാണ് വീഡിയോയുടെ ലാസ്റ്റിൽ ഒന്നും കൂടി ആഡ് ചെയ്തിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.